ഹലോ ഹലോ. ഇക്ക, എന്താടി ഉറക്കൊന്നുമില്ല എനിക്ക്. നിന്റെ ഉറക്കൊക്കെ പോയി. എൻ്റെ ഉറക്കം പോയെന്നാ ഞാൻ സാധാരണ പറയണേ. ഇപ്പം നിനക്ക് ഉറക്കം പോകുന്നുണ്ടാ? എനിക്ക് നന്നായി ഉറക്കം കിട്ടണില്ല. മുമ്പേ ഉം. കല്യാണത്തിനൊക്കെ മുന്നേ എൻ്റെ ഉറക്കമായിരുന്നു നീ കളഞ്ഞോണ്ടിരുന്നേ. അതെങ്ങനെയായിരുന്നെന്നറിയോ? അതെങ്ങനെയായിരുന്നു? നിനക്ക് അതൊന്നും ഓർമ്മയില്ല? ഓർമ്മൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങളെ വായിന്ന് കേൾക്കുമ്പോ ഒരു പ്രത്യേക സുഖം. പ്രത്യേക തരം സുഖമല്ല, ഒരു പ്രത്യേക സുഖം എന്നാട്ടോ പറയണ്ടേ. ഞാൻ അങ്ങനെ പലതും പറയും. നിങ്ങക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്താന്ന്? എനിക്ക് മാത്രം മനസ്സിലായാൽ മതി. പിന്നെ നിങ്ങൾക്ക് മാത്രം മനസ്സിലായാ മതി. എടോ, ഓയ്, മുന്നേ താനായിരുന്നു എൻ്റെ ഉറക്കം കളഞ്ഞോണ്ടിരുന്നേ. ഉറങ്ങാൻ പോലും വിടാണ്ട് എൻ്റെ പൊന്നാറ് കക്കല്ലേ എന്നോട് സംസാരിച്ചിരിക്കേ എന്ന് പറയണ നീയല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ. അതാണല്ലോ നമ്മൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയാ, ഒരു സ്നേഹബന്ധം. അങ്ങനെ പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കോ? എനിക്കും അതുപോലൊക്കെ തന്നെയാണ്. അല്ല, അവിടെ ഒരു ഇടയ്ക്കൊരു ക്യാപ്പ് എടുത്ത് എന്താ ചിന്തിച്ചേ? വിട്ടിട്ട് പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? അത്യാവശ്യമുണ്ട്. അതെന്താ ശരിയാവണില്ല ഇപ്പോ? പൊട്ടാ, എന്താടി ഞാൻ അങ്ങനെ പോവൂ? എങ്ങനെ പോവെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പോണെങ്കിലേ പഠിച്ചോ വിചാരിക്കണം. അങ്ങനെ പെട്ടെന്നൊന്നും നീ വിചാരിക്കണ്ട. ഇപ്പൊ പഠിച്ചോനും വിചാരിക്കൂല. ആയിക്കോട്ടെ. അല്ലടി, ടീന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എന്തെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ എന്തും വിളിക്കൂല. എത്ര ദേഷ്യം വന്നാലും സ്നേഹത്തോടെ അല്ലേ വിളിക്കണം മോളെ. അയ്യോ, കേട്ടാലും മതിയാ മോളെ. അത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കേറി പോവും. അതിപ്പോ എന്റെ കുറ്റ? ഒരു തെറ്റില്ല. ചിലപ്പോ പുന്നാറ് മോളെന്ന് വിളിച്ചെന്നിരിക്കും. അതിനിപ്പോ എന്താ പ്രശ്നം? എന്റെ പുന്നാറ് മോളല്ലേ. എനിക്കറിയാം ഇങ്ങനെ പുന്നാര് മോനെന്നൊക്കെ വിളിക്കാൻ. അതാടോ പറഞ്ഞത്. നമ്മള് തമ്മിലേ വലിയൊരു ഗ്യാപ്പൊന്നുമില്ല. ശരിക്കും ഉണ്ടാക്കണ്ട. ഞാൻ ഉണ്ടാക്കിയല്ല. എനിക്ക് അല്ലാണ്ട് ഓവറാക്കണ്ട. ഓവറാക്കിയതല്ല മോളെ, പറഞ്ഞു വന്നപ്പോ ഒരു ഫീല് കിട്ടിപ്പോയി. സോറി. ബാക്കി പിന്നെ പറഞ്ഞാ മതിയോ?